പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറുണ്ടല്ലോ, സംസ്ഥാന കമ്മിറ്റിയിൽ വീണ വന്നതിൽ പ്രതിഷേധിച്ച് വിലപിച്ച ആൾ, ജീവിതം പാഴായി എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങേര് ഇന്നലെ വലിയ വിവാദമായേക്കാവുന്ന ഒരു പ്രസ്താവന നടത്തി. ഞാൻ SDPI പോയാലും BJP പോകത്തില്ല എന്ന്. അതെന്താണ്, SDPയേക്കാളും മോശമാണ് BJP പത്മകുമാറിന്? അല്ല, അത് അങ്ങനെ തോന്നുന്നുണ്ടാവാം, തെറ്റൊന്നുമില്ല. ഈ പത്മകുമാർ ഉടക്കി നിന്നപ്പോൾ കോൺഗ്രസും BJPയും ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. അവർ വീട്ടിൽ ചെന്നു, അവർ മാധ്യമ ശ്രദ്ധ കിട്ടാൻ വേണ്ടി വന്നതാണ്, എൻ്റെ വീട്ടിൽ നിന്നാണ്. എന്തിനുമായിക്കോട്ടെ, മാധ്യമ ശ്രദ്ധയ്ക്ക് എന്തിനുമായി, മാധ്യമ ശ്രദ്ധ കിട്ടാൻ വന്നവരെ വീട്ടിൽ കയറ്റേണ്ട കാര്യം ഇങ്ങർക്കും ഇല്ലായിരുന്നില്ല. അപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ പറയുന്നത് ചുമ്മാതാണ്. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ പതുക്കെ മാറാറുള്ളത്, ശ്രദ്ധിച്ചിട്ടില്ലേ? പല സ്ഥലത്തും ആൾക്കാർ പൊളിറ്റീഷ്യൻസ് മാറുന്നത് ഇങ്ങനെ ചില വിവാദങ്ങളും, ഞാൻ അറിഞ്ഞില്ല കേട്ടില്ല എന്നൊക്കെ പറയും. പിന്നെ മറ്റേ ആളെ കണ്ടു, ഫോൺ ചെയ്തിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് മാറുന്നത്. അപ്പോൾ പത്മകുമാറും അങ്ങനെ ചെയ്യുമോയെന്ന് എനിക്കറിയില്ല, ചെയ്തു എന്ന് വരാം. ഇപ്പോഴത്തെ സാഹചര്യം അതാണ്. കേരളത്തിൽ മെല്ലെ ഈ പറഞ്ഞ പോലെ പാർട്ടി മാറാൻ പണ്ടൊക്കെ ഒരു ചെറിയ ചളിപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ അതൊന്നുമില്ല. പണ്ട് എന്ന് പറയുമ്പോൾ അതിലും പണ്ട് ഈ ചളിപ്പുണ്ടായിരുന്നില്ല. 60കളിൽ ആയാറാം ഗയാറാം എന്നൊക്കെ 60കളിൽ 70 വരെയൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഈ LDF UDF കൺസോളിഡേറ്റ് ചെയ്തപ്പോഴാണ് ഈ പോക്കുവരവ് തീർത്തും നിലച്ചു പോയത്. അതങ്ങ് ഉറച്ച് 2 ഗ്രൂപ്പായിട്ട് കട്ടയായിട്ട് മാറി. പിന്നെ അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിന് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. അതൊരു കാലുമാറ്റമായിട്ട് കാണുന്നുമില്ല ആൾക്കാർ. ഒരാൾ ഒറ്റയ്ക്ക് മാറുമ്പോഴാണല്ലോ കാലുമാറ്റം എന്ന് പറയുന്നത്. നല്ല കൂട്ടായിട്ട് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് മാന്യമായൊരു സംഗതിയാണ്. അതുകൊണ്ടാണ് ഈ കൊലപാതകം ഒരെണ്ണമായിട്ട് ചെയ്യരുതെന്ന് പറയുന്നത്. ഒരെണ്ണമായിട്ട് ചെയ്താൽ നിങ്ങൾ കൊലപാതകയാണ്, 100 പേരെ കൊന്നാൽ നിങ്ങൾ വിപ്ലവകാരിയാണ്. അതാണ് എൻ്റെ കണക്ക്. അതുപോലെ ഒരാൾ കാല് മാറിക്കഴിഞ്ഞാൽ കാലുമാറ്റം, കാശ് മേടിച്ചു, ഇത് ചാക്കിട്ട് പിടുത്തം എന്നൊക്കെ പറയും. ഫുൾ പാർട്ടി അങ്ങോട്ട് മാറിക്കേ ആദർശമാണ്. അപ്പോൾ അങ്ങനെ പത്മകുമാർ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാതെ ആരും വീട്ടിലേക്ക് കയറി ചെല്ലുമെന്ന് തോന്നുന്നുണ്ട്. നമ്മളെന്തെങ്കിലും ഒരു സിഗ്നൽ കൊടുക്കാതെ ആരും വീട്ടിലേക്ക് വരില്ല. പത്മകുമാർ ഇപ്പോൾ ചെയ്തത് ഇത് പാർട്ടിക്കുള്ളിൽ വിലപേശാനായിട്ട്, പാർട്ടിക്കും ഇപ്പോൾ പേടിയുണ്ട്. ആളുകളൊക്കെ ഇറങ്ങി പോകാൻ തുടങ്ങുന്ന കാലമാണ്. ആരെങ്ങോട്ട് പോകുമെന്ന് അറിയാമല്ല. ചേട്ടൻ ഇന്ന് ശ്രദ്ധിച്ചു, ഇന്നത്തെ ചാനലിൽ ഇന്നലെ ഗോപി കോട്ടമുറിക്കൽ ഫേസ്ബുക്കിൽ പറയുന്നു, ഞാൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുന്നു. രാവിലെ കടകംപള്ളി വന്നിട്ട് അരമണിക്കൂർ ഗീർവാണം ചാനലുകാരോട്, എനിക്കൊരു പ്രശ്നമൊന്നുമില്ല, ഞാൻ പോകുന്നു. പത്മകുമാർ ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തെറ്റുപറ്റി, ഞാനത് പാർട്ടി പറയേണ്ടതായിരുന്നു, എനിക്ക് പറ്റിപ്പോയി, തെറ്റെന്നേറ്റ് പറയുന്നു. അപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിൽ വരാത്തവരെല്ലാം വിശദീകരണമായിട്ട് വരുവാണ്, എനിക്ക് വിഷമമൊന്നുമില്ലെന്ന്. അങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ജി സുധാകരൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ കുറേ കാലമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതും അദ്ദേഹം ഇപ്പോൾ നാരായണ ഗുരു മഹാത്മാഗാന്ധിയെ കണ്ടതിൻ്റെ 100ാം വാർഷികത്തിന് കോൺഗ്രസ് സെമിനാർ നടത്തുന്നു. അതിൽ ജി സുധാകരനും സി ദിവാകരനും പോകുന്നു. ഇപ്പം ചോദിച്ചാൽ നാരായണ ഗുരു, ചോദിച്ചില്ലെങ്കിൽ കോൺഗ്രസ്. അപ്പോൾ അങ്ങനെ പലരും പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട്. ഇതിൽ പാർട്ടിക്കും അങ്കലാപ്പുണ്ടെന്നേ. ഈ പോയാൽ എന്ത് ചെയ്യും? കാലുമാറ്റം അല്ലെങ്കിൽ ഇതുപോലത്തെ പാർട്ടി മാറ്റം വലിയൊരു കുറ്റമായിട്ടൊന്നും ജനങ്ങൾ കാണുന്നില്ല. സത്യാവസ്ഥ അതാണ്. അല്ല, അയാൾക്ക് ആ പാർട്ടി ഇഷ്ടമല്ല, അതുകൊണ്ട് അയാൾ ഇപ്പുറത്തേക്ക് പോകും, അതിനെന്താ? മാത്രമല്ല ജനങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ പാർട്ടികൾ തമ്മിൽ ആദർശത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ആരധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് ജനങ്ങൾക്കും അറിയാം. അപ്പോൾ ഇയാൾ അപ്പുറത്ത് പോയാലെന്താ, ഇപ്പുറത്ത് പോയാലെന്താ? ഇപ്പോൾ ലേറ്റസ്റ്റ് ഒരു ചരിത്രത്തിലേക്ക് നോക്കിയാൽ ലേറ്റസ്റ്റ് ഒരു വലിയ കാലുമാറ്റം നടത്തിയത് ശെൽവരാജാണ്. ശെൽവരാജ് കാലുമാറി നെയ്യാറ്റിൻകര പുള്ളി MLA സ്ഥാനം രാജിവെച്ചു. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ശെൽവരാജ് തന്നെ ജയിച്ചു. ശെൽവരാജിനെ ജനം തോൽപ്പിച്ചൊന്നുമില്ല. കാലുമാറ്റക്കാരനാണെന്ന് തോൽപ്പിച്ചു ഇല്ല. ജനത്തിന് അതൊക്കെ ഇഷ്ടമാണ്. ജനത്തിന് ഈ ഇഷ്ടമാണെന്ന് ഞാൻ പറയില്ല, അത് വലിയൊരു കാര്യമായിട്ട് ജനം കാണുന്നില്ല. ആ കാണുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ 60കളിലെ പൊളിറ്റിക്സിലേക്ക് ഏകദേശം പോകാൻ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അന്ന് കോൺഗ്രസ് PSP ഇവരെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അന്ന് ഈ കൂറുമാറ്റ നിരോധന നിയമമില്ല. അതുകൊണ്ട് ആർക്കൊക്കെ ഇങ്ങോട്ട് വേണമെങ്കിലും ഒക്കെ മാറാം.
അത് കൂറുമാറ്റ നിരോധന നിയമം വരുന്നത് രാജീവ് ഗാന്ധിയുടെ കാലത്താണ്, വളരെ ലേറ്റായിട്ട് 80s വരുന്ന നിയമമാണ്. അതിന് മുമ്പ് ഇഷ്ടം പോലെ ആൾ, വാസ്തവത്തിൽ അതാണ് ജനാധിപത്യം. അതെ അതെ, പറ്റാത്തടത്ത് നിൽക്കണ്ട. അത് മാത്രമല്ല, അത് ഇപ്പോൾ ഒരു ബില്ല് നിയമസഭയിൽ വരുന്നു, ആ ബില്ല് അന്യായമാണ് എന്ന് ഭരണകക്ഷിയിലുള്ള ഒരു MLAക്ക് തോന്നുന്നു, അയാൾ കൺവിൻസ്ഡ് ആണ് അക്കാര്യത്തിൽ. അയാൾക്ക് ആ ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ടതാണ്. അതിന് പകരം കൂറുമാറ്റ നിരോധന നിയമവും വിപ്പും കൊണ്ടുവന്നിട്ട് അനുസരിക്കാൻ, ഒരു പ്രത്യേക രീതിയിൽ വോട്ട് ചെയ്യാൻ ഇയാളെ നിർബന്ധിക്കുന്നു. അതാണല്ലോ വിപ്പ്. നിങ്ങൾ ബില്ലിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യണം എന്ന് പറയുന്നതാണ് വിപ്പ്. അങ്ങനെ വിപ്പ് ഇഷ്യൂ ചെയ്യുന്നു. ആ വിപ്പ് ലംഘിച്ചു കഴിഞ്ഞാൽ ഇയാളുടെ MLA സ്ഥാനം പോകും. അപ്പോൾ ഈ തിരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ഒരു വിലയുമില്ലേ? തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇയാൾ പാർട്ടിയുടെ അടിമയാണോ? പാർട്ടിയുടെ സ്വത്താണ്. പാർട്ടിയെ അല്ലല്ലോ ജനം തിരഞ്ഞെടുത്തത്. പാർട്ടി ചിഹ്നത്തിൽ ഇയാൾ മത്സരിച്ചു. ഇയാൾക്ക് കിട്ടിയ വോട്ടെല്ലാം പാർട്ടിക്കാരുടെ വോട്ടാണെന്ന് നിങ്ങൾക്ക് പറയാമോ? മറ്റ് പല പരിഗണനകൾ വെച്ചും ആൾക്കാർ വോട്ട് ചെയ്യുന്നുണ്ട്. ഇത് ജനാധിപത്യത്തിലെ ഒരു വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇത് ഇല്ലാതിരുന്നത്. 85 അതോ എപ്പോഴാണ്, രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്താണ് കൂറുമാറ്റ നിരോധന നിയമം വരുന്നത്. അപ്പോൾ 84 84 ഒക്ടോബറിൽ വന്നു. 86, 87 ആ കാലഘട്ടത്തിലാണ്, രാജീവ് ഗാന്ധിയുടെ ആദ്യ ഭരണ കാലഘട്ടത്തിൽ. അന്ന് ഇതെല്ലാം ചർച്ചയ്ക്ക് വന്നതാണ്. യഥാർത്ഥ ജനാധിപത്യവാദികളുണ്ടല്ലോ, കൂറുമാറ്റം ആവാം എന്നേ പറയുള്ളൂ. അതായിരിക്കണം. കാരണം നമ്മൾ തിരഞ്ഞെടുത്ത പ്രതിനിധി നമ്മളുടെ പ്രതിനിധിയാണ്, ജനങ്ങളുടെ പ്രതിനിധിയാണ്, പാർട്ടിയുടെ അല്ല അയാൾ. പാർട്ടി സെക്കൻഡറിയാണ്. അപ്പോൾ പാർട്ടി പറയും ഞങ്ങൾ അയാളെ പിന്തുണച്ചു. നിങ്ങൾ പിന്തുണച്ചുകൊണ്ടാണ് അയാൾ ജയിച്ചതെന്ന് ഉറപ്പെന്താ? അങ്ങനെ ഒരു ഉറപ്പില്ലല്ലോ. ആരുടെ വോട്ട് കൊണ്ട് ആര് ജയിച്ചു നമുക്ക് പറയാൻ പറ്റില്ല. വോട്ട് രഹസ്യമല്ലേ. ആർക്ക് വേണേലും പറയാം ഞാൻ ഇന്നാരുടെ വോട്ട് കൊണ്ടാണ് ജയിച്ചത്. എന്താ പറയാൻ പാടില്ലാത്ത? അപ്പോൾ അത് ആ തർക്കം ഉന്നയിക്കരുത്. ജനപ്രതിനിധിയാണ്, പാർട്ടി പ്രതിനിധി അല്ലാതെ ജനപ്രതിനിധിയാണ്. പക്ഷേ ഈ പത്മകുമാർ കളിച്ച നാടകത്തിൽ പരിക്ക് പറ്റിയത് BJPക്കാണ്. കാരണം BJPയെക്കുറിച്ച് ഇയാൾ ഇത്ര മ്ലേച്ഛമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ആരുടെ കൂടെ പോയാലും BJPയോടെ പോകില്ലെന്ന്. BJPക്ക് അപ്പോൾ ചാടി കയറി അങ്ങോട്ട് ചെല്ലുകയോ ഇയാളെ വിളിച്ച് പാർട്ടി ചേർക്കാൻ ഒരു പായ വിരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? പൊളിറ്റിക്സിൽ ഇങ്ങനെയൊന്നുമില്ല, മനസ്സിലായി? അയാൾ മോശമായിട്ട് പറഞ്ഞു, അത് കുറച്ചിലായിപ്പോയി, അങ്ങനെയൊന്നും പൊളിറ്റിക്സിലില്ല. 2 ദിവസം കഴിയുമ്പോൾ പത്മകുമാർ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്തായി? നേരത്തെ പറഞ്ഞത് പോയി. ഇതൊക്കെ ഇങ്ങനെ പറയുന്നവരാണ്. പാർട്ടി മാറിയവരൊക്കെ നേരത്തെ പറഞ്ഞ കാര്യം പിന്നീട് വിഴുങ്ങുകയല്ലേ ചെയ്യുന്നത്. ആരും അവരോടൊരു 3 ദിവസത്തിൽ കൂടുതൽ ചോദിക്കില്ല, ചേട്ടൻ മിനിഞ്ഞാന്ന് അങ്ങനെ പറഞ്ഞതാണല്ലോ. ആദ്യമൊക്കെ ഒന്ന് ചോദിക്കും, അത് കഴിയുമ്പോൾ അത് മറക്കും, അത് പോയി. ഇത് രാഷ്ട്രീയക്കാർക്ക് എല്ലാം അറിയാം. ചിലപ്പോൾ പത്മകുമാർ വന്നെന്നും ഇരിക്കും BJPയിൽ. എങ്ങനെ അറിയാം? കാരണം അതൊരു ഓപ്ഷനാണല്ലോ. BJP ഈസ് ആൻ ഓപ്ഷൻ. പത്മകുമാറിന് അയോഗ്യത ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ശബരിമല കാലത്ത് എടുത്ത നിലപാട്, അതൊന്നും BJPക്ക് വലിയ വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതില്ല, അതുകൊണ്ടാണല്ലോ അവർ പോയി പരസ്യമായിട്ട് സ്വാഗതം ചെയ്തു, വീട്ടിൽ പോയി കണ്ടു. ഇപ്പോൾ പത്മകുമാർ പറയുന്നത് അവർ കാണാൻ വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഈ വീട്ടിനകത്ത് കയറി ആരും ഫോട്ടോ എടുത്തിട്ടില്ല, അതുകൊണ്ട് പത്മകുമാർ ഉണ്ടായിരുന്നോ അതോ പുള്ളി മച്ചുംപുറത്ത് കയറി ഒളിച്ചിരുന്നോ ആർക്കും അറിയില്ല. എന്തുമായിക്കോട്ടെ, ദർ ഈസ് എ കൺഫ്യൂഷൻ ത്രൂ ഔട്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ അരമണിക്കൂർ നിന്ന്, അതെ അതെ, എനിക്കും അത് കണ്ടപ്പോൾ നിന്ന് കഥാപ്രസംഗം അടിക്കാതെ ഇരിക്കുകയെങ്കിലും ചെയ്യേട്ടാ. പുള്ളി അങ്ങനെ അങ്ങ് പറഞ്ഞു പോകും. പുള്ളി ചെയ്ത സേവനങ്ങൾ ഏഷ്യാനെറ്റാണ് അരമണിക്കൂർ കാണിക്കുകയും ചെയ്തു. ഒരു കുഞ്ഞിനെ പോലും ഞാൻ പുറത്താക്കിയില്ല. പാർട്ടി 2 കഷ്ണമായിട്ട് നിൽക്കുമ്പോഴാണ് ഞാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ആയത്. ഇതൊക്കെ ഇപ്പോൾ പറയേണ്ട കാര്യം എന്താ? ഉള്ളിൽ ഒരു സങ്കടം കിടക്കും, ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഈ ഓവർ ജസ്റ്റിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതൊക്കെ, അല്ലെങ്കിൽ 2016 എന്താ പാർട്ടി കോൺഗ്രസ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു ഫോട്ടോ ഇദ്ദേഹത്തിന് പ്രൊഫൈൽ പിക്ചർ ആക്കേണ്ട കാര്യം എന്താ? ഒരു കാര്യമില്ല. കടകംപള്ളി സുരേന്ദ്രൻ അത് മാറ്റി. അതിൽ നിന്നാണല്ലോ ഈ പ്രശ്നം തുടങ്ങുന്നത്. എന്തിനത് ചെയ്തു? അപ്പം അത് ഒരു കയ്പാണ് അത് കാണിക്കുന്നത്. ദിസ് ഇഷ്യൂ ഇത് പാർട്ടിക്ക് അഡ്രസ്സ് ചെയ്യേണ്ടി വരും. CPM പഴയ ഇതൊന്നുമല്ല, അങ്ങനെയുള്ള സംഘടനാ ശക്തിയോ സംഗതിയോ ഒന്നുമില്ല. അതിനെ വെല്ലുവിളിച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് ആൾക്കാർക്ക് അറിയാം. അപ്പോൾ ഇവരെ ഇറങ്ങിപ്പോയി എന്ന് വിചാരിക്കുക. G. സുധാകരൻ
കടകംപള്ളി സുരേന്ദ്രൻ, പത്മകുമാർ, സുകന്യ, പത്മകുമാർ, ഇവരെല്ലാം കൂടെ ഒരു ഭൂമി കുലുക്കം പോലെ ഇറങ്ങിപ്പോയാൽ എന്താവും? ഞാനിത് നേരത്തെ വിഷ്വലൈസ് ചെയ്തിരുന്നു. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ BJP മന്ത്രിസഭ കേരളത്തിൽ നിലവിൽ വരുന്നു, AK ബാലൻ മുഖ്യമന്ത്രിയായിട്ട്. ഒരു വന്യമായ സ്വപ്നമാണ്. പക്ഷെ ബാലനും ഈ പറഞ്ഞ പോലെ പ്രായത്തിൻ്റെ അസ്കിതയൊന്നും ഇല്ല. മന്ത്രിസഭയിൽ G. സുധാകരൻ, C. ദിവാകരൻ, പിന്നെ 1-2 പേരുടെ പേര് അത് ഞാൻ മറന്നുപോയി. BJP-കാരും ഉണ്ടാവില്ലേ? BJP നിയമസഭയിലില്ലല്ലോ. നിയമസഭയിൽ CPM-ന്റെ ശരിക്കും സ്വപ്നം കണ്ടതാണോ? സ്വപ്നം കണ്ടതല്ല, ഞാനൊരു പൊളിറ്റിക്സ് വിഷ്വലൈസ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ എഴുതിയതാണ്. സ്വപ്നം കണ്ടതല്ല. BJP നിയമസഭയിലില്ല. ബട്ട് CPM-ലെ ഒരു സബ്സ്റ്റാൻഷ്യൽ പോർഷൻ അവർ BJP-യിലേക്ക് മാറുന്നു. അവരെ മുസ്ലിം ലീഗും കോൺഗ്രസ്സിലെ കോൺഗ്രസ്സുകാരുണ്ടല്ലോ അവരും പുറത്തുനിന്ന് പിന്താങ്ങുന്നു. അങ്ങനത്തെ ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. AK ബാലൻ ചീഫ് മിനിസ്റ്റർ. പാർട്ടി BJP. ദ ഫസ്റ്റ് ദളിത് ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള AK ബാലൻ. BJP-യുടെ. അതിന് G. സുധാകരൻ്റെ മകൻ എന്നെ ചീത്ത പറയുകയൊക്കെ ചെയ്തു. ഞാൻ പ്രതികരിക്കാനൊന്നും പോയില്ല. സീവൻ ഒരു പ്രത്യേക ഭാഷ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മിണ്ടാൻ പോവില്ല. പൊതുവേ ഞാൻ പ്രതികരണത്തോട് പ്രതികരിക്കാൻ പോകാറില്ല. പ്രത്യേകിച്ചും മോശം ഭാഷയായി കഴിഞ്ഞാൽ വിട്ടുകളയാൻ. അപ്പോൾ ഏതായാലും രാഷ്ട്രീയത്തിൽ അസംഭവ്യം എന്ന് പറയുന്ന ഒന്നുമില്ല. ഇപ്പോഴും ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഈ പത്മകുമാറിൻ്റെ വീട്ടിൽ പോയി കണ്ടത് മാത്രമല്ല, ഞാൻ പറയുന്നത് BJP ഷുഡ് എഞ്ചിനീയർ എ സ്പ്ലിറ്റ് ഇൻ CPM ആൻഡ് കോൺഗ്രസ് ആൻഡ് ഫോം എ ന്യൂ ഗ്രൂപ്പ്, പ്രിഫറബിളി വിത്ത് മുസ്ലിം ലീഗ്. ഒരിക്കലും BJP മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കരുത്. കാരണം അവർക്ക് MLA-മാരില്ല. ദാറ്റ്സ് എ ഫാക്ട്, അക്സെപ്റ്റ് ഇറ്റ്. മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മത്സരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ജയിച്ചു എന്നൊക്കെ വരും. അതിന് പോകരുത്. ഒന്നുകിൽ AK ബാലനെ മുഖ്യമന്ത്രിയാക്കുക, അല്ലെങ്കിൽ മുസ്ലിം ലീഗിലെ ഒരാളിനെ മുഖ്യമന്ത്രി. TG എപ്പോഴും ഈ ഇക്വേഷൻസ് പറയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് ലീഗ് ഒരു അവിഭാജ്യ ഘടകമാണ്. എന്താണ് ഈ ലീഗിനോട് ഇത്ര സ്നേഹം? ഞാൻ പറയുന്നത് കേരള പൊളിറ്റിക്സ് കറങ്ങുന്നത് അല്ലെങ്കിൽ ഇരിക്കുന്നത് 4 പില്ലേഴ്സിൻ്റെ പുറത്താണ്. ലത്തീൻ കത്തോലിക്ക, ഈഴവ, മുസ്ലിം, നായർ. ഈ 4 പില്ലറുകളുടെ പുറത്താണ് കേരള പൊളിറ്റിക്സ് ചരിത്രത്തിൽ ഇന്ന് വരെ കറങ്ങിയിട്ടുള്ളത്. അതിൽ അവഗണിക്കാൻ പറ്റാത്ത വിഭാഗമാണ് മുസ്ലിം ലീഗ്. കാരണം വോട്ട് ശതമാനം കുറവാണ്. അത് കോൺസെൻട്രേറ്റഡ് ആയിട്ട് മലപ്പുറം ജില്ലയിൽ ഉള്ളതുകൊണ്ട് സീറ്റുകളുണ്ടാവും. അവർക്ക് 20 സീറ്റ് വരെ 22 സീറ്റ് വരെ കിട്ടാനുള്ള പൊട്ടൻഷ്യലുണ്ട്. ചിലപ്പോൾ 14 കുറയാറുണ്ട്, 12 വരെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ 20-22 വരെ പോകാൻ ഈ സ്ട്രെങ്ത് ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കേരളത്തിൽ ഒരു പൊളിറ്റിക്സ് സങ്കല്പിക്കാൻ പറ്റില്ല. അവരെ ഇഗ്നോർ ചെയ്യണമെങ്കിൽ അത്ര ഓവർവെൽമിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പുറത്ത് കൺസോളിഡേഷൻ ഉണ്ടാവണം. അതില്ല. അതുണ്ടാവാൻ ഒരുപാട് താമസിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്, ബെറ്റർ ടേക്ക് ദം ഇൻ ടു കോൺഫിഡൻസ്. അപ്പോൾ അവർ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചരിത്രം പരിശോധിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ യു കനോട്ട് ടച്ച് എനിബഡി. അപ്പോൾ പൊളിറ്റിക്സിൽ അൺടച്ചബിലിറ്റി ഇല്ല. ഞാനിത് പറയുമ്പോൾ ഞെട്ടേണ്ട കാര്യമില്ല. ഈ എക്സ്പെരിമെൻ്റ് ആദ്യം നടത്തിയത് BJP തന്നെയാണ്. കാശ്മീരിൽ PDP ആയിട്ട് മുസ്ലിം ലീഗ് എത്രയോ ഭേദമാണ് PDP-യൊക്കെ. അതെ, രാപ്പകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ യു ഡിഡ് ദാറ്റ് എക്സ്പെരിമെൻറ്റ്. യു ആർ കറേജസ് ഇനഫ്. ഈ രാഷ്ട്രീയത്തിൽ റിസ്ക് എടുക്കുക. BJP-ക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? കേരളത്തിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. ഇനിയിപ്പോൾ ഗെയിൻ ചെയ്യാനല്ലേ ഉള്ളൂ. 0-ൽ നിന്ന് താഴെ ഒരു ഏർപ്പാടില്ല. 0 സീറ്റ്സ് ആണിപ്പോൾ. സോ എഞ്ചിനീയർ എ സ്പ്ലിറ്റ്. നമ്മുടെ രാഷ്ട്രതന്ത്രം ഉണ്ടല്ലോ, പഞ്ചതന്ത്രം, അത് വായിക്കേണ്ടതാണ്. പഞ്ചതന്ത്രത്തിലെ ആദ്യത്തെ തന്ത്രം രാജാക്കന്മാർക്കുള്ള ഉപദേശമാണത്, വിഷ്ണു ശർമ്മൻ്റെ. ചാണക്യൻ്റെ പ്രിൻസിപ്പിൾ വിഷ്ണു ശർമ്മൻ കഥകളാക്കിയതാണ്. അതിലാദ്യത്തെ തന്ത്രം മിത്രഭേദമാണ്. മിത്രങ്ങളെ തമ്മിൽ തെറ്റിക്കുന്നത് എങ്ങനെ?
അതാണ് വിഷ്ണു ശർമ്മൻ്റെ ആദ്യത്തെ തന്ത്രം. അത് ലെജിറ്റിമേറ്റാണ് പൊളിറ്റിക്സിൽ. രാജാവിന് കൊടുക്കുന്ന ഉപദേശമാണ്, നിൻ്റെ രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നീ ആദ്യം ചെയ്യേണ്ടത് അപ്പുറത്ത് രണ്ടുപേര് തമ്മിൽ സുഹൃത്തുക്കളാണെങ്കിൽ അവരെ തമ്മിൽ തെറ്റിക്കുക. അപ്പോൾ അവർ തമ്മിൽ നിരന്തരം അവിടെ വഴക്കടിച്ചുകൊണ്ടിരിക്കുന്നു, നിനക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ. ചാണക്യൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ. മിത്രഭേദം, പച്ച മലയാളത്തിൽ കുത്തിത്തിരിപ്പ് എന്ന് പറയും. സംസ്കൃതം മാറ്റിക്കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുക. ഡൂ ദാറ്റ്. എൻജിനീയർ എ സ്പ്ലിറ്റ് ഇൻ എവറി പാർട്ടി. കോൺഗ്രസിനകത്ത് നിന്ന് കോൺഗ്രസ്സുകാരെ അടർത്തിയെടുക്കുക, കോൺഗ്രസിനകത്തെ കമ്മ്യൂണിസ്റ്റുകളെ മുദ്രകുത്തി അവരെ വേറെ ഗ്രൂപ്പാക്കുക, CPM-ലെ ഹിന്ദു വിരുദ്ധരെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. CPM-ൽ ഹിന്ദു വിരുദ്ധരുണ്ട്. ഹിന്ദു വിരുദ്ധരെ മാത്രം നിങ്ങൾ അറ്റാക്ക് ചെയ്താൽ മതി, ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കലി ഹിന്ദുക്കളായിക്കോളും. ഞാൻ ഹിന്ദു വിരുദ്ധനല്ല എന്ന് ആരൊക്കെ ഡിഫെൻഡ് ചെയ്യുന്നുണ്ടോ അവന് അല്ലേ, അല്ലെങ്കിൽ ചേട്ടൻ ഇപ്പുറത്ത്. ഡൂ ദാറ്റ്. ഈ നമ്മൾ ക്യാരംസ് കളിക്കുമ്പോൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ സ്ട്രൈക്കർ അടിക്കുന്നത് അവിടെ എന്തെങ്കിലും സംഭവിക്കാനല്ല, തിരിച്ച് വന്നിട്ട് ഈ കുഴിയിൽ വീഴാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അക്കാര്യത്തിൽ നിങ്ങൾക്ക് മുസ്ലിം ലീഗിനോട് ഒരു അൺടച്ചബിലിറ്റി ആവശ്യമില്ല. യൂസ് ദം ആസ് എ പൊളിറ്റിക്കൽ ഫോഴ്സ്. റെസ്റ്റ് ഈസ് ഫ്യൂച്ചർ. അത് നാളെ നോക്കാം. പൊളിറ്റിക്സ് ഇത് വളരെ. അപ്പോൾ ആ രീതിക്ക് അവർ BJP-ക്കാർ പത്മകുമാറിനെ പോയി കണ്ടതിലൊന്നും ഞാൻ തെറ്റൊന്നും കാണുന്നില്ല. ദാറ്റ് ഈസ് ദ പ്രിവെയിലിംഗ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് ആണ്. പ്രാഗ്മാറ്റിക് എന്ന്, പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. നമ്മൾ പ്രാഗ്മാറ്റിക്. അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അല്ല, ഇലക്ട്രൽ പൊളിറ്റിക്സിൽ സുനിൽ സക്സസ് ആണ്. സീറ്റ് വേണം. സീറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പോൾ അമിത്ഷാ ആദ്യം കേരളത്തിലെ BJP-ക്ക് അദ്ദേഹം പ്രസിഡൻ്റ് ആയ കാലത്ത് അദ്ദേഹം പറഞ്ഞു, നമ്മൾ കച്ചവട ദൃഷ്ടിയോടെ, അമിത്ഷാ ബനിയാണല്ല, ബനിയ ദൃഷ്ടിയിൽ തന്നെ പറഞ്ഞു, നമ്മൾ രണ്ട് കാര്യമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ പ്രവർത്തകർ, രണ്ട് നമ്മൾ പണം. ഇത് മുടക്കിക്കഴിഞ്ഞാൽ ഇതിന് റിട്ടേൺസ് ഉണ്ടാവും, സീറ്റ് കിട്ടും. അല്ല, ഞങ്ങൾ മഹാസമ്മേളനം നടത്തി 2 ലക്ഷം പേര് പങ്കെടുത്ത് എന്ത് കാര്യം? സീറ്റ് കൊണ്ടുപോവാ, സീറ്റ്. ഇതാണ്. അപ്പോൾ ആ രീതിയിൽ ഇലക്ട്രൽ മെഷീൻ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് അമിത്ഷാ വാസ് സക്സസ്ഫുൾ ഓൾമോസ്റ്റ് എവരിവെയർ. ആൻഡ് ഹി വിൽ സക്സീഡ് ഇൻ കേരള ഓൾസോ. ചില പാറയൊക്കെ ഉണ്ടല്ലേ, ഞാനടിക്കുന്ന പാറ ഒറ്റയടിക്കാൻ പൊട്ടും. സുനിലടിക്കുന്ന 25 അടിയായി പൊട്ടുന്നില്ല. സുനിൽ അമിത്ഷാ ആണെങ്കിലുണ്ടല്ലോ 26, 27, 28, 30, 40, 50, 99, 100 പൊട്ടും. ഒരു ദിവസം അത് പൊട്ടും. ചിലപ്പോൾ കുറച്ച് കൂടുതൽ അടിക്കേണ്ടി വരും. കാരണം പാറ ഇവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് ടഫാണ് കേരളത്തിൻ്റെ. അപ്പോൾ കേരളത്തിലെ ആ പാറ പൊട്ടുന്ന ദിവസം അധികം വൈകാതെ വരുമെന്ന് പ്രതീക്ഷിക്കാം. വൈകി എന്നൊക്കെ വരാം, അത് എന്തായാലും വരും. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞില്ലേ, അല്ലേ, ചില പാറ 5 10 അടിക്ക് പൊട്ടും, 100 അടിക്ക് പാറ പൊട്ടുക തന്നെ ചെയ്യും. പൊട്ടുന്ന ഉറപ്പാണ്. ആ പൊട്ടുന്ന ശബ്ദം ഒന്ന് കേൾക്കണം. അതിന് പലരും പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുന്നു. അതിനകത്ത് ഒരു അറ്റംപ്റ്റാണ് ഈ ഇപ്പോൾ പത്മകുമാറിൻ്റെ. ആ അറ്റംപ്റ്റ് ചീറ്റിപ്പോയി എന്ന് പറയാൻ ഞാനിപ്പോഴും തയ്യാറല്ല. യു വെയിറ്റ് ഫോർ സംതിങ് മോർ. എന്നാൽ കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.